എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ സേതുവിനെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിന്റെ കയ്യിലേക്ക് ബില്ല് കൊടുത്തിട്ട് മാനേജർ ബില്ല് അടയ്ക്കണമെന്ന് പറയാണ്. അപ്പൊ കല്യാണ പർച്ചേസിങ്ങിനുള്ള ബില്ല് അടയ്ക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ സേതു പറഞ്ഞു, അല്ല ഇത് ഞാൻ പ്രതീക്ഷിച്ചല്ല, ബില്ലടയ്ക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അതുകൊണ്ട് എനിക്ക് കുറച്ച് സമയം തന്നു, ഒരു മണിക്കൂർ സമയം, അതിനുള്ളിൽ ഞാൻ ബില്ലടയ്ക്കാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് സ്വാതി പറഞ്ഞു, ഇയാളിത് എവിടെ നിന്ന് അടയ്ക്കാനാ, സ്വന്തമായിട്ട് ഡ്രസ്സ് മേടിച്ചാൽ അടയ്ക്കാൻ പോലും പണമില്ലാത്തവനാ 3 ലക്ഷം രൂപ ബില്ലടയ്ക്കാനായിട്ട് പോണേന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിന് ആ പാടം നാണക്കേടായിപ്പോയി. കുറുപ്പേട്ടനൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാവരും സേതുവിനെ നോക്കി കളിയാക്കി ചിരിച്ചോണ്ടിരിക്കുകയാണ്, ഋതുവും പത്മയും പ്രതാപനും എല്ലാരും കൂടെ. പക്ഷെ ആ സമയത്ത് പല്ലവി പറഞ്ഞു, അതെ ആ ബില്ലിങ് തരാൻ പറയാണ്. എന്താ എന്താ പല്ലവി നോക്കിയാ, ആ ബില്ലിങ് താ, എന്റെ അക്കൗണ്ട് കുറച്ച് പണമുണ്ട്, പിന്നെ ക്രെഡിറ്റ് കാർഡുണ്ട്, ആ അത് ഉപയോഗിച്ച് നമുക്ക് പണം അടയ്ക്കാന്ന് പറയാം. 3 ലക്ഷം രൂപയല്ലേ ഉള്ളൂ. ഇതേ സേതുവേട്ടൻ ആരുടെ മുന്നിൽ തല കുനിച്ചിരിക്കുന്ന കാണാനായിട്ട് എനിക്ക് ആഗ്രഹമില്ലാന്ന് പറയാം. സേതു പറഞ്ഞു, പല്ലവി സാരമില്ല സേതുവേട്ടാ, ഇതേ ഒന്നുമില്ലാതെ ഒരു എന്ത് ചെയ്യണമെന്ന് അറിയില്ല നിൽക്കണ സമയത്ത് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കടത്തിയാളാ സേതുവേട്ടൻ. അപ്പൊ സേതുവേട്ടൻ എന്തെങ്കിലും ആവശ്യം വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ വേണ്ടേ സഹായിക്കാനായിട്ട്. അതാ പറഞ്ഞത്, മുമ്പ് സേതുവേട്ടൻ എന്നെ സഹായിച്ചു, അപ്പൊ ആ സേതുവേട്ടനെ സഹായിക്കാനുള്ള ബാധ്യത എനിക്കുണ്ട്. സേതുവേട്ടന് ഇങ്ങനെ തരാൻ പറഞ്ഞിട്ട് ആ ബില്ലും കൂടെ വാങ്ങിക്കുകയാണ്. ബില്ല് വാങ്ങിച്ചിട്ട് ആ പണം അടയ്ക്കാൻ അങ്ങോട്ട് പോവാം. മുഖത്തടി ഏറ്റവുമല്ലായിപ്പോയി ഋതുവിനും സാധിക്കുമൊക്കെ. അവർ ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഒരു ടിസ്റ്റ്. സേതുവും കൂടെ പുറകെ പോവാണ്. കാരണം സേതുവിന് എല്ലാവരും മുന്നിട്ടൊന്ന് നാണം കെടുത്താം, ആ ഒരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെങ്കിൽ സേതു നാണം കെടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഋതുവിനും സ്വാധിക്കും എല്ലാം മനസ്സിലായി. പിന്നീട് വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും രാത്രിയായി കഴിഞ്ഞപ്പോൾ സേതു ഇങ്ങനെ ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ് പുറത്തു വന്ന്. അങ്ങനെ വിഷമിച്ച് ആലോചിച്ചിരിക്കുന്ന സമയത്ത് പല്ലവി അങ്ങോട്ട് വന്നു. എന്താ പക്ഷേ ഉറക്കമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. ഉറക്കം വരുന്നില്ല, ഇപ്പൊ ഞാൻ പല്ലവിക്ക് കടക്കാരനായല്ലേന്ന് ചോദിക്കാം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നമ്മൾ തമ്മിൽ എന്തിനും ഒരു കണക്കിന്റെ ആവശ്യം, എന്നാലും അത്രയും രൂപയൊക്കെ എന്ത്. അതെ, കുറെ പൈസ എന്റെ അക്കൗണ്ടിലുണ്ടായിരുന്നു, ബാക്കി കുറച്ച് പൈസ അത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു, കുഴപ്പമില്ല. അത് പിന്നെ ഒരു 12 തവണയായിട്ട് ഞാൻ അങ്ങോട്ട് അടച്ചു തീർത്തോളാം, പിന്നെ സാലറിയിൽ നിന്ന് കിട്ടുമ്പോൾ ഞാൻ അങ്ങ് അടച്ചോളാം എന്ന് പറയണം. ആ കാര്യം ഓർത്തിട്ട് സേതുവേട്ടൻ ടെൻഷൻ അടിക്കണ്ട. നമ്മളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയല്ലേ നമ്മൾ എന്തെങ്കിലും ചെയ്യണ്ടേ, പണം കൈ പിടിച്ചോണ്ടിട്ട് വല്ല കാര്യം ഉണ്ടോന്ന് ചോദിക്കാം. എന്നാലും പല്ലവി ഒരെന്നാലും ഇല്ല. സേതുവേട്ടൻ വന്നു കിടന്ന് ഉറങ്ങാൻ നോക്കാൻ പറയണം. അല്ല പല്ലവി എന്തിനാ എനിക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കാം. അതിപ്പോ സേതുവേട്ടൻ്റെ ഇഷ്ടമുള്ളതുകൊണ്ട്. ഞാൻ പറഞ്ഞില്ലേ, സേതുവേട്ടൻ ആരുടെ മുന്നിൽ തല കുണിച്ച് നിൽക്കുന്ന എനിക്ക് ഇഷ്ടമില്ല, അത് സ്വന്തം പെങ്ങന്മാരുടെ മുന്നിലാണെ പോലും. സേതുവേട്ടൻ പൊന്നുമടത്തിലെയാണ്, മാധവമേനന്റെ മകനാണ്, തല ഉയർത്തി പിടിച്ച് തന്നെ നടക്കണം, ആരുടെ മുന്നിൽ ഒരിക്കലും തോറ്റു പിന്മാറില്ലെന്ന് പറയണം. പിന്നീട് പറഞ്ഞാലേ ഉറക്ക വിളച്ചിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല, വന്ന് കിടക്കാൻ നോക്ക്, പല പല പ്രശ്നങ്ങളും ഉണ്ടാവും ഉറക്ക വിളച്ചിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്നും പറഞ്ഞിട്ട് പല്ലവി അങ്ങോട്ട് എഴുന്നേക്കുവാണ്. പിന്നീട് സേതുവിനെ നോക്കി. സേതുവിന് എന്തോ മനസ്സിലൊരു ലഡു പൊട്ടിയെന്ന് പറഞ്ഞൊരു അവസ്ഥയാ, വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നി. പിന്നീട് മുറിയിലേക്ക് പല്ലവി കയറി പോവാണ്. പിറ്റേ ദിവസം രാവിലെ, പിറ്റേ ദിവസം നേരം വെളുത്തു കഴിഞ്ഞപ്പോൾ തന്നെ പ്രതാപൻ പൊന്നുമടത്തിലേക്ക് വരുവാണ്. ആ സമയത്ത് പല്ലവി അങ്ങോട്ട് ചെന്നു. എന്താ എന്താ കാര്യം ചോദിക്കുക. അല്ല അത് പിന്നെ ഞാനേ ഈ കല്യാണക്കുറി ഒന്ന് കൊടുക്കാൻ വന്നായിരുന്നു, പ്രിന്റ് ചെയ്തിട്ടുണ്ട്, അപ്പൊ അത് കാണിക്കാൻ വേണ്ടി വന്നാന്ന് പറയാം. പെട്ടെന്നാണ് പ്രധാനം എടുത്തത്. അല്ല ഞാൻ ഇതൊക്കെ നിന്നോട് എന്തിനാ പറയണേ, നീ ആരാ ഇവിടുത്തെ, വലിഞ്ഞു കയറി വന്നതോട് ഞാൻ പറയേണ്ട കാര്യമില്ല. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നല്ല ദേഷ്യമായി പല്ലവിക്ക്. പക്ഷെ പല്ലവിയൊന്നും മിണ്ടാനായിട്ട് പോയില്ല. അപ്പോഴേക്കും പൂർണ്ണിമ അങ്ങോട്ട് വന്നു. എന്താ എന്താ കാര്യം, എന്താ ഇവിടെ പ്രശ്നം ചോദിക്കാം. അല്ല പൂർണ്ണിമേച്ചി, ഞാൻ ഈ കല്യാണക്കുറിയൊക്കെ ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടി വന്ന, അപ്പോഴാണ് ഇവിടെ നിന്നിട്ട് ഓരോന്നൊക്കെ പറയണതേ, അതെനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ അവളോട് പറഞ്ഞാന്ന് പറയണം. അറിയാലോ പ്രതാപ, പല്ലവി ഇവിടുത്തെ ഒരാള് തന്നെയാ, അവളോട് പറഞ്ഞോർത്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ഓഹോ, ഇവളാണ് ഇവിടുത്തെ ആള്, വലിച്ചു കയറി വന്നോള്. ചേച്ചിക്ക് അതൊക്കെ പറയാം, എനിക്കൊന്നും പക്ഷെ ഇവളെ അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറയണം. ചേച്ചി ഈ കല്യാണക്കുറി ഒന്ന് നോക്കാൻ പറയണ. അങ്ങനെ കാണിച്ചു, കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം. ഞാൻ സേതുവിനെ കൂടെ കാണിക്കാം, സേതുവും കൂടെ പറയട്ടെ എന്താ ചെയ്യേണ്ടതെന്ന്. അത് കേട്ടത് പ്രതാപന്റെ മുഖം അങ്ങോട്ട് മാറി. പ്രതാപൻ പറഞ്ഞു, അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ പൂർണ്ണിമേച്ചി, അവൻ ഇന്നലെ വലിഞ്ഞു കയറി വന്നവനല്ലേ, അവനോട് ചോദിക്കേണ്ട കാര്യമുണ്ടോ നിൽക്കുക. പൂർണ്ണിമ പ്രതാപ നീ സൂക്ഷിച്ച് സംസാരിക്കണം, സേതു ആരാന്നറിയാലോ, മാധവേട്ടന്റെ മോനാണ്, അവനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അറിയാലോ എന്ന് പറയണം. പിന്നെ ശരിക്കും നേരം വണ്ണം കല്യാണം നടത്തുമെന്ന് ആർക്കറിയാം. ഇന്ന് സ്വാതി ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ച് പറഞ്ഞ പോലെ ഒരു നല്ല സദ്യ പോലും കാണുമെന്ന് അറിയത്തില്ല അച്ഛന്റെ കല്യാണത്തിന്. കാരണം അവൻ ആ കല്യാണം നടത്തുന്നെങ്കിൽ മിക്കവാറും അങ്ങനെ ആയിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. ഇനി കൂടുതൽ ഞാനൊന്നും പറയണ്ടല്ലോ എന്ന് പറയണം. ഇതൊക്കെ കേട്ടുകൊണ്ടിരുന്ന പല്ലവിക്ക് അങ്ങോട്ട് സഹിച്ചില്ല. പല്ലവി പെട്ടെന്ന് പൂർണ്ണിമയോട് ചോദിച്ചു, അല്ല പൂർണ്ണിമേ, സേതുവേട്ടന്റെ അച്ഛന്റെ മരണത്തെ എന്തോ ദുരൂഹത ഉണ്ടെന്നൊക്കെ ജോത്സ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ കാര്യം എങ്ങനെയാന്ന് ചോദിക്കുക.
ഇത് കേട്ട് ഞാൻ പ്രതാപന് പെട്ടെന്നൊരു ഞെട്ടുണ്ടായി. നീ എന്തൊക്കെയാ പറഞ്ഞു വരുന്നേ? ദേ ഇപ്പൊ ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. ആ സമയത്ത് നീ എന്തിനാ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്തിടുന്നേന്ന് ചോദിക്കാം. വേണ്ടാത്ത കാര്യമെന്ന് ആര് പറഞ്ഞു? എപ്പോഴാണല്ലോ ഒരു അന്വേഷണം വേണ്ടേ? അല്ല പൂർണ്ണാമേ, പോലീസ് സ്റ്റേഷൻ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? ഇങ്ങനെ ഇത് കേട്ടതും പ്രതാപനൊരു ഞെട്ടല. പ്രതാപൻ പെട്ടെന്ന് പറഞ്ഞു, അല്ല അത് പിന്നെ എന്തിനാ പൂർണ്ണാമ പൂർണ്ണിമേച്ചി ഇതിന്റെ പുറകെ പോണേ? ഇതിന്റെ കാര്യമുണ്ടോ? ഇപ്പൊ ഒരു പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ സോഷ്യൽ മീഡിയാസ് ഒക്കെ അറിയും. പിന്നെ അവരിത് കൊട്ടിഘോഷിക്കും. ആകെപ്പാടെ നാണക്കേടോ. അച്ഛന്റെ കല്യാണോ? കല്യാണം കഴിഞ്ഞിട്ട് എന്ത് വേണം നമുക്ക് ആലോചിച്ച് തീരുമാനിക്കാന്നൊക്കെ പറയാം. ഇങ്ങനെയൊക്കെ പ്രതാപൻ പറയണ സമയത്ത് പല്ലവി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പ്രതാപന്റെ മുഖത്തെ ആ ഒരു ടെൻഷനും പേടിയൊക്കെ. പല്ലവി വെച്ചു, അല്ല ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോ എന്ത് പറ്റി? പ്രതാപൻ അങ്കളുടെ മുഖത്തൊരു പതർച്ചയും വിളർച്ച എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാം. അല്ല അത് പിന്നെ ഞാന് കല്യാണമൊക്കെ അല്ലേ, ആ സമയത്ത് പിന്നെ ഇതിനെ ഈ കാര്യത്തിലേക്ക് തലയുണ്ടല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ. വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാ. ആ സമയത്ത് എന്തിനാ ഇങ്ങനത്തെ കേസുകളൊക്കെ കുത്തിപ്പൊക്കുന്നേ? പിന്നെ മാധവേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ ജീവനായിരുന്നു പറയണ. പിന്നെ നീ കൊണ്ടേ കേസ് കൊടുക്കുവാണെങ്കിൽ ഒരു കാര്യമുണ്ട്. തൂങ്ങാൻ പോകുന്ന നിന്റെ ആ സേതുവായിരിക്കും. എനിക്കറിയാം, ഞാനായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നേ. അന്ന് അവിടെ വെച്ചുണ്ടായ കാര്യങ്ങളൊക്കെ അവന് അളിയന്റെ നെഞ്ചിടിച്ച് പരത്തിയതുകൊണ്ടാണ് ഇങ്ങനത്തെ സംഭവവികാസങ്ങളൊക്കെ ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അവനെ പോയി അകത്ത് കിടക്കോളെന്ന് പറയാണ്. പ്രതാപന്റെ ഈ വിളർച്ച പതർച്ചയൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് വെച്ചു പല്ലവിയുടെ മനസ്സിൽ സംശയത്തിന്റെ ആഴം കൂടുക ചെയ്തേ. താൻ ഉദ്ദേശിച്ച പോലെ തന്നെയാന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ. പിന്നീട് പൂർണ്ണി പറഞ്ഞു, അതെ നീ ഒന്നും അടങ്ങിയിരിക്കുക പ്രതാപ, നീ എന്തിനാ ഇങ്ങനെ ചൂടാന്നേ? പല്ലവിയോട് വെറുതെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ല. ഇവളെന്തിനാ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളല്ലേ കൊണ്ടേ പരാതി കൊടുക്കണ്ടേ? പല്ലവി ഇവിടുത്തെ ഒരു അംഗമാണെന്ന് പറഞ്ഞല്ലോ. അംഗം ഏത് വകുപ്പിലയച്ചു ഇവള് ഇവിടുത്തെ അംഗമാണെന്ന് ചോദിക്കുകയാണ്. ഞാനൊന്നും പറയുന്നില്ല, കൂടുതലെന്ന് പറയണം. പിന്നീട് ഞാൻ ഇവിടെ നിന്നിട്ടാണ് ശരിയാകത്തില്ല, ഭയങ്കര സന്തോഷത്തോട് പോയി വന്നാ നീ നിന്നാ ശരിയാകത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപൻ അങ്ങോട്ട് പോവാണ്. പിന്നീട് പൂർണ്ണിമ വന്ന് പല്ലവിയോട്, ഞാൻ പാവാ, മാധവേട്ടൻ എന്ന് പറഞ്ഞാൽ അവന് ജീവനായിരുന്നു, അതുകൊണ്ട് അവൻ ഇത്ര രോഷാകുലനായെന്ന് പറയണ. പല്ലവി ഒരു വരണ്ട ചിരി അങ്ങോട്ട് ചിരിച്ചു. പല്ലവിക്ക് മനസ്സിലായി പൂർണ്ണിമ എത്ര പാവമാണ്, പൂർണ്ണിമേനെ പറ്റിക്കാൻ എളുപ്പമായതുകൊണ്ട് എങ്ങനെയാ കാണിക്കണേന്ന്. പിന്നീട് സ്വാതി ഇങ്ങനെ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. അപ്പോഴേക്കും പല്ലവി അങ്ങോട്ട് വന്നു. പല്ലവി എന്ന് നിങ്ങൾ നോക്കുകയാണ്, ആർക്കാന്നുള്ള കാര്യം നോക്കുകയാണ്. വേറെ ആരുമല്ല, ഇന്ദ്രനെയാണ് വിളിച്ചോണ്ടിരിക്കുന്നത്. ഇന്ദ്രൻ വിളിച്ചിട്ട് സ്വാതിയോട് ചോദിച്ചു, അല്ല തിരക്കിലായിരുന്നെന്ന് ചോദിക്കേ. ഇതിൽ തിരക്കിലും കാര്യങ്ങളൊന്നും അല്ലായിരുന്നു. അല്ല എന്താ വിളിച്ചേ? ചുമ്മാ വിളിച്ച. അതെ സ്വാതിക്ക് എന്തോ ഒരു പ്രത്യേകത ഉണ്ടെന്ന് പറയണേ. എന്ത് പ്രത്യേകത? അതെന്താന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ മറ്റാർക്കും ഇല്ലാത്തൊരു പ്രത്യേകത ഉണ്ടെന്ന് പറയണേ. വെറുതെ കള്ളത്തരം പറയല്ലേ, സത്യം ഞാൻ പറയണേ. ഞാൻ എന്തിനാ കള്ളത്തരം പറയുന്നത് പറയണം. ഇങ്ങനെ കുറച്ച് സമയം കൂടെ ഫോൺ വിളിച്ചിട്ട് സാധ്യം കൂടെ കട്ട് ചെയ്യണം. പെട്ടെന്ന് പല്ലവി ആരെ വിളിച്ചതെന്ന് ചോദിക്കാം. അത് നിങ്ങളോട് എന്തിനാ ഞാൻ പറയണേ? എനിക്ക് ഇഷ്ടമുള്ള ആളെയൊക്കെ ഞാൻ വിളിക്കും. എല്ലാ കാര്യം നിങ്ങളോട് പറയുന്ന ഒരു നിർബന്ധമല്ലോ. നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറയാം. സ്വാതി, ഞാൻ നിന്റെ ടീച്ചർ കൂടിയാന്ന് പറയണം. ടീച്ചറും കുട്ടിയൊക്കെ ഞങ്ങള് കോളേജ് മതി, ഇവിടെ എന്റെ വീടാ. ഇവിടെ എന്ത് ചെയ്യണം, ആരെ വിളിക്കണം എന്നൊക്കെ ഞാൻ തീരുമാനിക്കും. സ്വാതി, ഇന്ദ്രൻ പക്ക ഫ്രോഡാണ്, അവൻ ഒരിക്കലും വിശ്വസിക്കില്ലെന്ന് പറയാം. പിന്നെ വിശ്വസിക്കില്ലെന്ന് പോലും ഇതാരാ പറയണേ? നിങ്ങളോ? നല്ല കഥയായിപ്പോയി, ഒന്നും മിണ്ടാതെ പോകുന്നുണ്ടോ? വലിയ ഭരിക്കാനായിട്ട് അവര് വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് സ്വാതി അങ്ങോട്ട് പോവാണ്. പിന്നീട് സേതു ക്യാൻറ്റീനിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരുവാണ്. അപ്പോഴേക്കും ഇന്ദ്രൻ അങ്ങോട്ട് വന്നു. ഇന്ദ്രൻ വന്നിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി മൊത്തം ഞാൻ നിന്നെക്കുറിച്ച് ആലോചിച്ചെന്ന് പറയണം. കാരണം ഈ ഇറച്ചിക്കടയിലേക്ക് നോക്കി വയ്ക്കുന്ന പട്ടിയുടെ അവസ്ഥയാണ് നിന്റെ. കാരണം ഇപ്പൊ കിട്ടും എന്നോർത്ത് പ്രതീക്ഷിച്ചിരിക്കും, പക്ഷെ കിട്ടാൻ പോകുന്നില്ല. ഈ പല്ലവിയായിട്ടുള്ള പല്ലവിയായിട്ട് ഡിവോഴ്സ് കിട്ടിയിട്ട് അവളെ സ്വന്തമാക്കാണ്ടിരിക്കുന്നല്ല നീ. പക്ഷെ വെറുതെ ആടാ മോനെ, കിട്ടാൻ പോണില്ല. ഞാൻ ഒരിക്കലും അവൾക്ക് ഡിവോഴ്സ് കൊടുക്കാൻ പോകുന്നില്ല. ഇനിയിപ്പം അങ്ങനെ എന്തേലും നിനക്ക് പല്ലവിയോട് താല്പര്യം ഉണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യാം, പകരത്തിന് പകരം എന്നല്ല പറയണേ. നീ പല്ലവിനെ എടുത്തോ, എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പകരം വേറൊരാളെ എനിക്ക് വേണമെന്ന് പറയണം. ഇത് കേട്ട് ഇന്ദ്രനെ ഇങ്ങനെ സേതു നോക്കുവാണ്. നിന്റെ പെങ്ങളുണ്ടല്ലോ ആ സ്വാതി, അവളെ എനിക്ക് ഇങ്ങോട്ട് തന്നേരെ. അവളെ എന്റെ കൈവലയിട്ട് ഞാൻ കൊണ്ടു നടക്കും, ഇങ്ങ് തന്നേക്കാൻ പറയണം. ഇത് കേട്ടൻ ചാക്കോട്ട് അങ്ങ് താഴേക്കിട്ട് മുഷ്ടി ചുരുട്ടി അങ്ങ് ചെല്ലുവാണ് അങ്ങോട്ട്. പെട്ടെന്നാ ഓർത്തെ പല്ലവി പറഞ്ഞ കാര്യങ്ങളൊക്കെ. ഇവൻ തന്നെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കാൻ ശ്രമിക്കുന്ന, അത് പാടില്ല. പിന്നീട് പതുക്കെ തോളത്തെ ഒന്ന് മുറുക്കി അങ്ങ് തട്ടിയിട്ട് പറഞ്ഞു, മോനെ ഇന്ദിര, നീ അല്ല ഈ സേതു, അറിയാലോ. എന്റെ പെങ്ങളെ തൊട്ടുണ്ട് നിന്റെ തൊട്ട കൈ ഞാൻ വിട്ടു. കൈ മാത്രമല്ല, നിന്റെ തലയും കൂടെ വെട്ടിയേരും. പറയുന്ന കേട്ടല്ലോ, ഈ പറയുന്ന സേതുവാണ്. മനസ്സിലായില്ലെങ്കിൽ നിനക്ക് മനസ്സിലാവാൻ പോകുന്നുള്ളൂ. അതുകൊണ്ട് അതിനെ വെച്ച വെള്ളം അങ്ങോട്ട് വാങ്ങി വെച്ചേക്കാൻ പറയാണ്. ഇന്ദ്രനത് ഒട്ടും സഹിച്ച കാര്യമല്ല. ഇന്ദ്രൻ പറഞ്ഞു, എന്നാ നമുക്ക് കാണാന്ന് പറയണേ. ശരി കാണാം, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാന്ന് പറയണം. പിന്നീട് സേതു അങ്ങോട്ട് പോവാണ്. അങ്ങനെ സേതു അങ്ങോട്ട് പോയ പുറകെ ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ചു, എന്തേലും പ്ലാൻ തയ്യാറാക്കിയേ പറ്റുള്ളൂ. ഇവനെ കൊടുക്കണം, ഇവനെ ആദ്യം കുടിക്കാൻ മാത്രമേ തനിക്കൊരു പിടിച്ചെടുപ്പുണ്ടാവുള്ളൂ എന്ന് മനസ്സിലായി. അതിനുശേഷം പതുക്കെ ഇന്ദ്രൻ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേന് നിരഞ്ജന അങ്ങോട്ട് വരുന്നുണ്ട്.
അപ്പം നിരഞ്ജനോട് ഫ്രണ്ടും ഉണ്ട്. അപ്പം നിരഞ്ജനെ വിളിച്ചിട്ട് ഫ്രണ്ടിനോട് പറഞ്ഞു പോയിക്കോളാൻ പറയണം. ഫ്രണ്ട് അങ്ങോട്ട് പോയി. നിരഞ്ജനോട് പറഞ്ഞു കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ ഈ വേഷത്തിൽ എന്ന് പറയാം. ദേ ഇന്ദിരേട്ട വെറുതെ തള്ളലെന്ന് പറയണം. സത്യമായിട്ടും ആരാണെങ്കിലും ഒന്ന് നോക്കി നിന്ന് പോകുന്ന പറയാം. വെറുതെ കള്ളത്തരം പറയില്ല. കള്ളത്തരം പറഞ്ഞല്ല, ഉള്ള കാര്യമല്ല ഞാൻ പറഞ്ഞെന്ന് പറയാം. അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? അതെ, ക്ലാസ്സിലെ സ്വാതിയില്ലേ, സ്വാതിയുടെ എനിക്ക് ഭയങ്കര ഒരു ക്രഷ്. ക്രഷോ? അതേന്നേ. പക്ഷെ എനിക്ക് അത് തുറന്നു പറയാൻ ഭയങ്കര മടി. പക്ഷേ എങ്കിൽ എനിക്കതൊന്ന് പറയണം. അതെങ്ങനെ പ്രകടിപ്പിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് ചോദിക്കാം. എന്തിന്? അതെ, ഒരു കാര്യം ഞാൻ പറയുന്ന പോലെ പറഞ്ഞാൽ മാത്രം മതി. പിന്നീട് ഇന്ന് തൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് നിരഞ്ജനയുടെ കയ്യിലേക്ക് വെച്ച് കൊടുക്കണം. നിരഞ്ജന ക്യാൻറ്റീനിലേക്ക് ചെല്ലണം. ക്യാൻറ്റീനിലേക്ക് എന്നിട്ട് ഒരു ഫലൂടെ എന്താന്ന് വെച്ചാൽ വാങ്ങിച്ച് കഴിക്കണം. കഴിച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയോ? ഞാൻ പറയുന്ന പോലെ അങ്ങോട്ട് പറഞ്ഞാൽ മതി. എന്ത്? പാമ്പെന്ന് പറയണം. പാമ്പോ? ഇതെന്താ ഫലൂടെ മേടിച്ചു കഴിഞ്ഞിട്ട് പാമ്പെന്ന് പറയണം. എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. ആ സമയം ഇന്ത്യൻ്റെ ഒരു ചിരിയും കൂടി ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു.